ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലെ തൊലി കറുത്ത പഴം കൊണ്ട് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരൈറ്റാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലും ഇതുപോലെ തന്നെ പഴം വാങ്ങിച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം ആകുമ്പോഴേക്കും ആകെ തൊലിയൊക്കെ കറുത്തു പോകും. അപ്പോൾ നമ്മുടെ കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പഴം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതാ പഴം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്, മൈദ അല്ല. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 പ്രാവശ്യം കാണിക്കുന്നുള്ളൂ. 3 പ്രാവശ്യം അരിച്ചെടുത്ത ഗോതമ്പ് മാവാണ് കേട്ടോ. ഇപ്പോൾ ഇതാ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കുക. ഇനി ജാറിലോട്ട് ആദ്യം പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കണം. നമ്മൾ 5 രൂപയുടെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതുകൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതിൽ വേറെ വെള്ളമോ പാലോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഇത് മാത്രമായിട്ട് അരച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 മുട്ട വേണം. അപ്പോൾ നേരത്തെ നമ്മൾ പഴം അരച്ചിട്ടുള്ള ജാറ് കഴുകൊന്നും വേണ്ട, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പഴത്തിൻ്റെ മധുരം അനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വനില എസൻസ് ഇതുകൂടെ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് ഉണ്ടല്ലോ, അതൊരു 3 പ്രാവശ്യമായിട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ബീറ്ററോ ഒന്നും വേണ്ട, ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി, കട്ടയില്ലാതെ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ മാവ് കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. തണുത്ത പാൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ, റൂം ടെമ്പറേച്ചറുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ബാക്കി ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം മാവ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പഴവും ബൂസ്റ്റും കൂടി അരച്ചെടുത്ത് വെച്ചിരുന്നല്ലോ, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഴമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക.
അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനുള്ള ടിന്നെടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലോ ബട്ടറോ തടവിയിട്ട് കുറച്ച് മൈദ കൂടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ് മുന്നേ. അതിലേക്കൊരു റിങ് വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്തിരുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് 45-50 മിനിറ്റോളം വേണ്ടി വരും കേട്ടോ അതൊന്ന് ബേക്ക് ചെയ്ത് വരാൻ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. എയറൊന്നും പുറത്തേക്ക് പോവാത്ത ഒരു മൂടിയിട്ട് വേണം നമ്മൾ അടച്ചു വെക്കാൻ. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് ഇത് ബേക്കായിക്കണമെന്നൊക്കെ നോക്കാം. പക്ഷെ കാണുമ്പോൾ നല്ല ബേക്കായിട്ടുണ്ട് തോന്നുന്നു. സൈഡൊക്കെ ഒന്ന് വിട്ടു പോന്നിട്ടുണ്ട്. ഇനി ഉള്ളൊക്കെ വെന്തേക്കണമെന്നൊന്ന് സ്റ്റിക്ക് വെച്ചിട്ട് നോക്കാം. അപ്പോൾ അതാ ഇതിമേലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് റിമൂവ് ആക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി വേറൊരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അടിഭാഗത്ത് ഈ കാണുന്നത് നമ്മൾ ആദ്യം മൈദ തൂക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതാണ്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടിത് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗോതമ്പാണെന്ന് നമുക്ക് തോന്നിയേയില്ല. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഉള്ളൊക്കെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇതുപോലെ തൊലി കറുത്ത പഴമൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.